ഹലോ മക്കളെ, എജുമി NOASന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹിസ്റ്ററിയുടെ എക്സാം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഹിസ്റ്ററി NOASലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQകൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട ഹിസ്റ്ററിയിൽ ഇടക്കിടക്ക് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില MCകളെ പരിചയപ്പെടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടന്റ് MCQ ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യൻ എംപയർ? അല്ലെ, മൗര്യൻ എംപയറിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഓപ്ഷൻസ് ആരൊക്കെയുണ്ട്. അശോകയുണ്ട്, അതേപോലെ തന്നെ അജാതശത്രു, അതേപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യ ഉണ്ട്, ബിംബിസാരയുണ്ട്. അല്ലെ, ഇവർ 4 പേരുണ്ട്. ഇവർ 4 പേരിൽ ആരാണ് മൗര്യൻ എംപയറിന്റെ ഫൗണ്ടർ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കിയാലോ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ചന്ദ്രഗുപ്ത മൗര്യയാണ് എന്തിന്റെ മൗര്യൻ എംപയറിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നതാണ് ചന്ദ്രഗുപ്ത മൗര്യയാണ്. മൗര്യൻ എംപയറിന്റെ ഫൗണ്ടർ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യയാണ്. എക്സ്പ്ലനേഷൻ നോക്കിയാലോ. ചന്ദ്രഗുപ്ത മൗര്യ ഗൈഡഡ് ബൈ ചാണക്യ. അല്ലെ, ചാണക്യ എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഫൗണ്ടഡ് ദ മൗര്യൻ എംപയർ. അല്ലെ, മൗര്യൻ എംപയർ ആരാണ് കണ്ടെത്തിയത്? ചന്ദ്രഗുപ്ത മൗര്യയാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. എന്നാണ് 322 BCE. 322 BCE മൗര്യൻ എംപയർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ ഓവർത്രോയിങ് ദ നന്ദാസ്. അല്ലെ, അതിനു മുമ്പ് അവിടെ ആരേണ്ടായിരുന്നത്? നന്ദാസ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. അവരെ മാറ്റി നിർത്തിയിട്ടാണ് മൗര്യൻ എംപയർ അവിടെ വരുന്നത്. അതാരാണ് കണ്ടെത്തിയത്? 322 BCE ചന്ദ്രഗുപ്ത മൗര്യയാണ്. അതാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ദ ക്യാപിറ്റൽ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ്. അല്ലെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ, അതിന്റെ ക്യാപിറ്റൽ എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. ഇത് പത്തലിപുത്ര ഉണ്ട്, മൊഹൻജദാരോ ഉണ്ട്, ഉജ്ജയിൻ ഉണ്ട്, തക്ഷശിലയുണ്ട്. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതൊന്നും ആരും തെറ്റിക്കാനും പാടില്ല. മൊഹൻജദാരോ. അല്ലെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോവാന്നുണ്ടെങ്കിൽ എന്താണ്? മൊഹൻജദാരോ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെ, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയാലോ. മൊഹൻജദാരോ ഇൻ പ്രസന്റ് ഡേ പാകിസ്ഥാൻ. അല്ലെ, പാകിസ്ഥാനിലാണ് മൊഹൻജദാരോ നിലവിലുള്ളത്. ഈസ് കൺസിഡേർഡ് എ മേജർ സിറ്റി ഈവൻ ക്യാപിറ്റൽ ലൈക്ക്. അല്ലെ, ഒരു ക്യാപിറ്റലിനെ പോലെ മേജർ സിറ്റി ആയിട്ട് കണക്കാക്കുന്നത് എന്താണ്? ഹാരപ്പൻ സിവിലൈസേഷനിൽ മൊഹൻജദാരോയാണ്. അല്ലെ, ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ ഡ്യൂ ടു ദ അഡ്വാൻസ്ഡ് ടൗൺ പ്ലാനിങ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം? അതാണ് ഇവിടെ പറയുന്നത്. ഡ്യൂ ടു ഇറ്റ്സ് അഡ്വാൻസ്ഡ് ടൗൺ പ്ലാനിങ്. അല്ലെ, അവിടുത്തെ നഗരത്തിന്റെ ആസൂത്രണം വലിയ രൂപത്തിലായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം, അല്ലെ, വേസ്റ്റ് മാനേജ്മെന്റ് ഉള്ള സിസ്റ്റം ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അതേപോലെ പബ്ലിക് സ്ട്രക്ചേഴ്സും അഡ്വാൻസ്ഡ് ആയ കാരണത്താലാണ് മൊഹൻജദാരോ ക്യാപിറ്റലായിട്ട് ഹാരപ്പൻ സിവിലൈസേഷന്റെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അടുത്തൊരു ചോദ്യം. എന്താണ് അടുത്ത ചോദ്യം? അശോക എംബ്രേസ് ബുദ്ധിസം ആഫ്റ്റർ. അല്ലെ, അശോക ചക്രവർത്തി ബുദ്ധിസം സ്വീകരിച്ചത് ഏതിനു ശേഷമാണ്, അല്ലെങ്കിൽ എങ്ങനെ, ഏതൊരു അടിസ്ഥാനത്തിലാണ് അശോക ചക്രവർത്തി ബുദ്ധിസം എംബ്രേസ് ചെയ്തത്, സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് ചോദ്യം. ദ ഡെത്ത് ഓഫ് ചന്ദ്രഗുപ്ത മരണത്തോടു കൂടെയാണോ, അതോ ദ ബാറ്റിൽ ഓഫ് കലിംഗയാണോ, ദ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓഫ് ഫെമിനി? ഇതിൽ 4 ഓപ്ഷനിൽ ഏതാണ്? നമുക്ക് ഉത്തരം നോക്കിയാലോ. ഉത്തരം ദ ബാറ്റിൽ ഓഫ് കലിംഗ. അല്ലെ, കലിംഗ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബുദ്ധിസം സ്വീകരിക്കുന്നത്. ദ മാസീവ് ലോസ് ഓഫ് ലൈഫ് ഇൻ കലിംഗ വാർ ഡീപ്ലി അഫക്റ്റഡ് അശോക്. അല്ലെ, അദ്ദേഹത്തിന് കലിംഗ വാറിൽ ഉണ്ടായ ഒരുപാട് നാശനഷ്ടങ്ങളെ അദ്ദേഹത്തെ ജീവിതത്തെ ബാധിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഹി അഡോപ്റ്റഡ് ബുദ്ധിസം, പ്രൊമോട്ടഡ് നോൺ വയലൻസ് ആൻഡ് ധർമ്മ. അല്ലെ, ധർമ്മയും നോൺ വയലൻസും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുകയാണ്. ആ കലിംഗ യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം ബുദ്ധിസം സ്വീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. എന്താണ് അടുത്ത ചോദ്യം? വിച്ച് ടെക്സ്റ്റ് ഈസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദ മൗര്യാസ്? അല്ലെ, മൗര്യൻ എംപയറിലൂടെ അവരുടെ എന്താണ്, അവരുടെ ഏത് ടെക്സ്റ്റാണ് അവരുടെ സോഴ്സ് എന്ന് അറിയപ്പെടുന്നതാണ് ചോദിച്ചത്. അവരുടെ ഭരണകർത്തൃകളിൽ ഏതൊരു ടെക്സ്റ്റാണ് അവരുടെ സോഴ്സ് ആയിട്ട് അവർ അവലംബിക്കാറുള്ളത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ അർത്ഥശാസ്ത്ര ഉണ്ട്, വേദാസ് ഉണ്ട്, മഹാഭാരത് ഉണ്ട്, രജതരംഗിണി ഉണ്ട്. ഏതാണ്? നമുക്കറിയാം അല്ലെ, മൗര്യൻ എംപയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൗര്യൻ എംപയർ ആരാണ് കണ്ടെത്തിയത്? ചന്ദ്രഗുപ്ത മൗര്യയാണ്. അല്ലെ, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞു ചന്ദ്രഗുപ്ത മൗര്യയാണ് മൗര്യൻ എംപയർ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എപ്പോഴാണ്? 322 BCE
മൗര്യൻ എംപയർ കണ്ടെത്തുന്നത് അല്ലെ. അതേപോലെ തന്നെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർത്ഥശാസ്ത്ര എന്നുള്ള ടെക്സ്റ്റ് അത് ആരെഴുതിയതാണ്? അത് ചന്ദ്രഗുപ്ത മൗര്യൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റും മൗര്യൻ എംപയറിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഇൻഫോർമേഷൻ സോഴ്സ് എവിടെ നിന്നാണ്? അർത്ഥശാസ്ത്രയിൽ നിന്നാണ്. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത് ഓപ്ഷൻ എ അർത്ഥശാസ്ത്ര. വിറ്റൻ ബൈ ചാണക്യ, അതായത് കൗടില്യ, അതായത് ചന്ദ്രഗുപ്ത മൗര്യൻ. അർത്ഥശാസ്ത്ര ഗിവ്സ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഓൺ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എക്കോണമി എങ്ങനെയായിരിക്കണം, അതേപോലെ മിലിറ്ററി ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഈ ഒരു അർത്ഥശാസ്ത്രയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, ഹൂ ബിൽഡ് കുത്തുബ് മിനാർ? കുത്തുബ് മിനാർ ആരാണ് നിർമ്മിച്ചതെന്നാണ്. അലാവുദ്ദീൻ ഖിൽജി ആണോ, ഇൽത്തുമിഷ് ആണോ, കുത്തുബുദ്ദീൻ ഐബക് ആണോ, ബൽബാൻ ആണോ? ആരാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് പോവാം. ഓപ്ഷൻ സി കുത്തുബുദ്ദീൻ ഐബക് ആണ് കുത്തുബ് മിനാർ പണിതിട്ടുള്ളത്. അതാണ് എക്സ്പ്ലനേഷൻ. എന്താ മക്കളെ? കുത്തുബുദ്ദീൻ ഐബക് സ്റ്റാർട്ടഡ് കൺസ്ട്രക്ഷൻ അല്ലേ. കുത്തുബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക് ആണ്. ബട്ട് ഇറ്റ് വാസ് കംപ്ലീറ്റഡ് ബൈ ഹിസ് സക്സസർ ഇൽത്തുമിഷ് അല്ലേ. എന്നാലോ കുത്തുബ് മിനാർ പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ള ആരാ, അല്ലെങ്കിൽ തുടക്കം കുറിച്ചത് കുത്തുബുദ്ദീൻ ഐബക് ആണെങ്കിൽ അത് പൂർത്തീകരിച്ചത് അദ്ദേഹത്തിന്റെ പിന്തുടരാവകാശി ഇൽത്തുമിഷ് ആണ് അത് പൂർത്തീകരിച്ചിട്ടുള്ള എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ NOS ഒരുപാട് ഭാഷ ചോദിച്ചിട്ടുള്ളതാണ് ഹൂ സ്റ്റാർട്ടഡ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് തുടങ്ങിയത്, അതിന്റെ കൺസ്ട്രക്ഷൻ ആരാണ് തുടങ്ങിയത് എന്നുള്ളതാണ് അത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഐബക്. കുത്തുബുദ്ദീൻ ഐബക് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഹൂ ഇസ് കാൾഡ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ അല്ലെ. നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് ആരെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് അങ്ങനെ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. അശോകയുണ്ട്, അതുപോലെ സമുദ്രഗുപ്തയുണ്ട്, ഹർഷുണ്ട്, അലാവുദ്ദീൻ ഖിൽജി ഉണ്ട്. 4 പേരുണ്ട് അല്ലെ. ആരെ കുറിച്ചാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ പറയുള്ളത്? ഉത്തരത്തിലേക്ക് നോക്കാം. സമുദ്രഗുപ്തയെ കുറിച്ചാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയാറുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം ഡ്യൂ ടു ഹിസ് വാസ്റ്റ് മിലിറ്ററി കോൺക്വസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെ. അലഹബാദ് പില്ലറിലുള്ള ലിഖിതത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മിലിറ്ററി കോൺക്വസ്റ്റ് അല്ലെ, അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ പിടുത്തം അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഒരു ആധിപത്യത്തെ കുറിച്ചിട്ട്. അത്രയും വലിയ സൈന്യത്തിന്റെ ആധിപത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സമുദ്രഗുപ്ത ഏൺഡ് ദിസ് ടൈറ്റിൽ, ഈ ടൈറ്റിൽ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ഹിസ്റ്റോറിയൻ ഒരു V.A. സ്മിത്ത് എന്നുള്ള ഹിസ്റ്റോറിയനിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സമുദ്രഗുപ്തയാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടത്. ആ നാമകരണം ആരാണ് ചെയ്തത്? ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള V.A. സ്മിത്ത് എന്നുള്ള ഹിസ്റ്റോറിയനാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഹൂ ഫൗണ്ടഡ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC അത് ആരാണ് ഫൗണ്ട് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. W.C. ബാനർജി ഉണ്ട്, ദാദാഭായ് നെഹ്റുജി ഉണ്ട്, A.O. ഹ്യൂമ ഉണ്ട്, അതേപോലെ തന്നെ സുരേന്ദ്രനാഥ് ബാനർജി ഉണ്ട്. ഇങ്ങനെ 4 പേരുണ്ട്. നമുക്കറിയാം A.O. ഹ്യൂമെ, അതായത് അലൻ ഒക്ടേവിയൻ ഹ്യൂമെ എന്നുള്ള അദ്ദേഹമാണ് INC ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. 1885 അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ആരായിരുന്നു? റിട്ടയർഡ് ബ്രിട്ടീഷ് ICS ഓഫീസർ ആയിരുന്നു അല്ലെ. റിട്ടയർഡ് ആയിട്ടുള്ള ICS ഓഫീസർ ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് രൂപീകരിച്ചിട്ടുള്ളത്? INC എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചത്? ടു പ്രൊവൈഡ് a platform for Indian political dialogue അല്ലെ. ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട്, അല്ലെങ്കിൽ ഒരു സംഘടനയായിട്ട്, അല്ലെങ്കിൽ മീഡിയമായിട്ടാണ് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചിട്ടുള്ളത്. 1885 എന്നുള്ളത് മനസ്സിലാക്കുക. 1885 അലൻ ഒക്ടേവിയൻ ഹ്യൂമെ, അതായത് A.O. ഹ്യൂമെ ആണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ലാസ്റ്റ് ചോദ്യത്തിലേക്കാണ്. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ലേ. ഏത് വർഷത്തിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉള്ളത്? 30 ഉണ്ട്, 42, 41, 47 ഉണ്ട്. നമുക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊന്നും ആരും തെറ്റിക്കാനും പാടില്ല. ഉത്തരത്തിലേക്ക് പോകാൻ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരുന്നത്. മഹാത്മാഗാന്ധി ലോഞ്ച് അല്ലേ, മഹാത്മാഗാന്ധിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. മൂവ്മെന്റ് 8 ആഗസ്റ്റ് 1942 അല്ലെ. 1942 ആഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരുന്നത്. എന്തിനാണത്? ഡിമാൻഡിങ് ആൻ എൻഡ് ടു ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിന് ഒരു അന്തിമ ഘട്ടം വരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരുന്നത്. ദ ഫേമസ് കാൾ വാസ് ഡു ഓർ ഡൈ. അന്നത്തെ അവരുടെ ഒരു സമര പ്രഖ്യാപനം എന്തായിരുന്നു? ഡു ഓർ ഡൈ. ഒന്നെങ്കിൽ നിങ്ങളുടെ സമരം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു വീഴുക എന്നുള്ള ഒരു വലിയൊരു പ്രഖ്യാപനം
പ്രഖ്യാപനത്തോടു കൂടിയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, ഇന്ന് ഇത്രയും ഏകദേശം 8 ചോദ്യങ്ങളോടെ നമ്മൾ ചർച്ച ചെയ്തു. അടുത്തൊരു വീഡിയോയില്, അടുത്തൊരു പാർട്ടിലെ നമുക്ക് പോയിന്റ്സുകളും അല്ലെങ്കിൽ മറ്റുള്ള ചില ചോദ്യങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുവരേക്കും എല്ലാവർക്കും നന്ദി.